ഈ പകലത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരുവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. 2 വചനഭാഗമാണ് ഇന്ന് പ്രധാനമായിട്ട് ധ്യാനത്തിനായി നാം വേർതിരിക്കുന്നത്. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യവും, ലേവിയ പുസ്തകം 26-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വേദഭാഗം. ഈ 2 വേദഭാഗം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഒരാളെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒരാൾക്ക് 2 ഭാഗം എടുക്കണമെന്നില്ല. വേഗത്തിൽ കിട്ടുന്നവരെ അതിവേഗത്തിൽ വായിക്കാം. ലേവിയ പുസ്തകം 26-ാം അധ്യായം 11 മുതൽ 11, 12, 13 വാക്യം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവ് പറയുക, ഞാൻ നിങ്ങളോടുകൂടെ വാസം ചെയ്യും. ഇന്ന് രാവിലെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ, വാക്കുമാറാത്തവൻ, അവസാനത്തോളം കൂടെ ഇരിക്കുന്നവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. രക്തം ജയം യേശുവിൻ്റെ നാമത്തിൽ. പ്രിയ പിതാവേ, അങ്ങയുടെ തിരുവചനത്തിനായി സ്തോത്രം. നിൻ്റെ വചനം തേനിലും തേൻകട്ടയേക്കാൾ മധുരമേറിയതാ. നിൻ്റെ വചനം ചൈതന്യമുള്ളതാ. അതിരുവായി തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാ. ഇന്ന് പകൽ ആ വചനം ഞങ്ങൾക്കായി അയക്കണമേ. വേണ്ടവർക്ക് സൗഖ്യവും ആരോഗ്യവും വിടുതലും തിരുവചനത്താൽ നൽകുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. വായിച്ച വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവവും വാഗ്ദത്തം എന്നറിയാമോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കുന്നവനോട് കർത്താവിൻ്റെ വാഗ്ദത്തമാ. കുഞ്ഞെ, വചനം പ്രമാണിച്ചാൽ എപ്പോഴും എൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിച്ച് യാത്ര ചെയ്യാൻ പറ്റും. എപ്പോഴും വചനം പ്രമാണിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഞങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നമ്മുടെ കൂടെ വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ, ഭവനത്തിലാണെങ്കിൽ ഭവനത്തിൽ, ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ, നിന്റെ തൊഴിൽ മണ്ഡലത്തിൽ എവിടെയും കൂടെ വരാമെന്ന് വാക്ക് പറഞ്ഞ പൊന്നു കർത്താവ്. കാരണം അവൻ വാക്കുമാറാത്ത ദൈവമായതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ. രണ്ടാമത് നമ്മൾ വായിച്ച വചനഭാഗം ലേവിയ പുസ്തകമാണ്. ലേവിയ പുസ്തകം തന്നെ നിയമങ്ങളുടെ പുസ്തകമാണ്. നിയമങ്ങളുടെ പുസ്തകം. എല്ലാവർക്കും ഇഷ്ടം നിയമങ്ങൾ കുറയുന്നതാണ്. നമ്മളാണേലും ചിലർത്തോടിയാലും പറയൂ, എന്തൊരു നിയമമാണ്. മിഡിൽ ഈസ്റ്റിൽ ചെന്ന് താമസിക്കുന്നവർക്കറിയാം, അനങ്ങാൻ പറ്റത്തില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും നിയമങ്ങളാണ്. പക്ഷെ ആ നിയമം പാലിച്ചവർക്ക് പിന്നെ ഇവിടെ വന്ന അതിനേക്കാൾ തലവേദനയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഈ സിഗ്നലിൽ ചെന്ന് കണ്ട് ചിരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ സിഗ്നൽ കാത്തിങ്ങനെ കിടക്കുക, റെഡിൽ. സിഗ്നൽ ഓപ്പൺ ആകുമ്പം നമ്മളോട് പറയുന്നത് വണ്ടി എടുത്തോളാനാണ്. പക്ഷെ അന്നേരമായിരിക്കും മുഴുവൻ പേര് ലൈനായിട്ട് റോഡിൽ ഇറങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എപ്പോൾ നമ്മൾ സിഗ്നൽ ഓൺ ആകുന്നു അന്നേരം 10 പേര് റോഡിൽ ചാടിയിരിക്കും.
നിയമജ്ഞർ ഇത് കാണാഞ്ഞിട്ടാണോ, ഈ നിയമത്തിന് വേറെ വഴിയില്ലാഞ്ഞിട്ടാണോ, ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ സഞ്ചരിച്ചിട്ടുള്ളതിൽ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു നിയമം. സ്തോത്രം. നിയമം ബുദ്ധിമുട്ടുണ്ട്. നിയമം അനുസരിക്കാൻ പറഞ്ഞാൽ അതിലും ബുദ്ധിമുട്ടാണ്. ഒരു കാലത്ത് ഇസ്രായേലിന് അതികർക്കശമായ നിയമമാണ് ദൈവം കൊടുത്തത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ രാജാവില്ലാത്തൊരു കാലഘട്ടം. വചനം എഴുതിയിരിക്കുന്നത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്ന കാലം. ജനം എങ്ങനായിരുന്നു? പറയാമോ? ഒന്നുകൂടെ പറയാമോ? അവിടെ വന്നപ്പം പതുക്കെയാ പറഞ്ഞേ. നമുക്കിഷ്ടം ബോധിച്ച പോലെ നടക്കുന്ന, എനിക്കിങ്ങനെ സൗകര്യം, ഞാനിങ്ങനെ പോകൂ. സ്തോത്രം പറയുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവസഭയ്ക്കൊരു നിയമമുണ്ട് കേട്ടോ. സ്തോത്രം പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. ദൈവസഭയുടെ നിയമങ്ങളെല്ലാം ദൈവവചനപ്രകാരമുള്ളതാ. ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയ്ക്ക് പ്രതിശേഷാൽ ഒരു ഭരണഘടനയും കൂടി ഉണ്ട്. നിയമത്തിൻ്റെ ആധികാരികത തിരുവചനപ്രകാരമായതിനാൽ, ആ ഭരണഘടനയും അതിൽ നിക്ഷിപ്തമായി എഴുതി വെച്ചിട്ടുള്ളതിനാൽ ഹെബ്രോൻ സഭയ്ക്കുമുണ്ട് ഒരു നിയമം. സ്തോത്രം പറയാമെങ്കിൽ പറയണേ എന്ന് ഞാനതാ പറഞ്ഞേ. ചിലപ്പോൾ ഇത് പൂർത്തീകരിക്കുന്നിടം വരെ സ്തോത്രം വന്നുകൊണ്ടിരിക്കത്തില്ല. പക്ഷെ പറയുന്നവർക്ക് ഇന്നൊരു അനുഗ്രഹം പ്രാപിച്ചു പോകാനും പറ്റും. ആ നിയമത്തെ ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ മിടുക്കും എൻ്റെ ജ്ഞാനവും എൻ്റെ അറിവും കൊണ്ട് അമർത്താം എന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ പറ്റിയേക്കാം. പക്ഷെ സഭയുടെ നാഥൻ കർത്താവാണെന്ന ബോധ്യം നിന്റെ ഉള്ളിൽ വേണം. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞ ദൈവം ആക്കി വെച്ച അധ്യക്ഷന്മാർ. അതിന് വിധേയപ്പെടുമ്പോൾ അത് നിനക്കൊരു ബ്ലെസ്സിങ്ങാണ്, അത് നിനക്കൊരു അനുഗ്രഹമാണ്. ആ കാലഘട്ടത്തിൽ അമർന്നിരിക്കാൻ ശീലിക്കുന്നവരൊക്കെ എവിടെ ഭൂലോകത്തിലുണ്ടോ അവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. മക്കളെ, അപ്പൻ്റെ ശിക്ഷ, ഞാൻ ഈ വാക്യമൊന്നും എടുത്ത് വായിക്കാത്തത് നല്ല തഴക്കവും പഴക്കമുള്ളൊരു സഭയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്, എനിക്ക് ബോധ്യമുണ്ട്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ കൊച്ചുമോൻ്റെ പ്രായമേ എനിക്ക് കാണൂ, ഇല്ലേ മോൻ്റെ. പക്ഷെ ദൈവം ഇവിടെ എന്നെ ആക്കിയിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് ബോധ്യപ്പെടുന്ന ദൈവസഭയിലെ ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം കാണാതറിയാവുന്ന വാക്യമാണ് എല്ലാവർക്കും. 29-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണ് ആ ആ ആ ജനം ദൈവത്തിൻ്റെ വചനത്തിന് നിയന്ത്രണങ്ങളുണ്ട്, വിലക്കുകളുണ്ട്, ശാസനയുണ്ട്. അപ്പോൾ തന്നെ അതിന് ഗുണീകരണമുണ്ട്, ആശ്വാസമുണ്ട്. ആ വചനത്തിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുത്ത സമർപ്പിച്ച് നിന്റെ ജീവിതയാത്ര മുൻപോട്ട് പോകാൻ തയ്യാറായാൽ, ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം ഒന്നുകൂടെ പറയാം. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിലാണ് രാജാവില്ലാതിരുന്നൊരു കാലഘട്ടം. ഇസ്രയേലിൽ രാജാവില്ല. ശാസിക്കാനും വിലക്കാനും നിയന്ത്രിക്കാനും നോക്കാനും ക്രമപ്പെടുത്താനും ഒരു രാജാവില്ലാതെ പോയ ഒരു വല്ലാത്ത കാലഘട്ടം. ജനം എങ്ങനായിരുന്നെന്ന ഇഷ്ടാനിഷ്ടം. എന്ന നിയമങ്ങൾ കൊടുത്ത സ്വർഗത്തിലെ ദൈവം ലേവ്യ പുസ്തകം 26-ാം അധ്യായം
11-ാം വാക്യത്തിൽ പറയുക, എൻ്റെ വചനം, ആദ്യം വായിച്ച കുറിവാക്യം മറക്കല്ലേ, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമാണിക്കുന്ന കുഞ്ഞിനോട് പറയുക, എൻ്റെ വചനം പ്രമാണിച്ചാൽ ഞങ്ങൾ ഒന്നിച്ച് എൻ്റെ കുഞ്ഞെ നിൻ്റെ കൂടെ വസിക്കാമെന്ന് പറഞ്ഞ ദൈവം ലേവ്യ പുസ്തകത്തിൽ നിയമങ്ങളുടെ ഒരു വലിയ സംഹിത നിരത്തി വെച്ചെങ്കിലും ദൈവം വന്നിട്ട് പറയുക, എൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കാൻ. മോനെ ആ വാക്യം വന്നിട്ട്, ലേവ്യ പുസ്തകം 26-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിൽ, വാസം എന്ന് പറഞ്ഞാൽ സ്വർഗം വിട്ട് താണ ഭൂമിയിലേക്ക് വന്ന് കൂടെ വസിക്കാൻ ഇഷ്ടപ്പെട്ട ദൈവം. താമസം മാറ്റുക. ഇസ്രായേലിനോട് പറയുക, ദൈവത്തിൻ്റെ ജനത്തോട് പറയുക, ഞാൻ എൻ്റെ താമസം മാറ്റുക. നമ്മുടെ ഇടയിലെ ചില പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് ഇടയ്ക്ക് പോകത്തില്ലേ, അതുപോലെ തമ്പുരാൻ തീരുമാനിച്ചു താഴോട്ട് ഇങ്ങ് വരിക. നമ്മൾ പോകുന്ന മിക്കവാറും 3 മാസമോ 6 മാസമോ ഒക്കെ കഷ്ടിച്ചാൽ നമുക്കറിയാം അവിടെ ചെന്നാൽ പറ്റിയല്ല, നമ്മൾ പതുക്കെ തിരിച്ചിങ്ങി പോകുന്നേ നോക്കൂ. 10 വർഷം താമസിച്ചേച്ച് കഴിഞ്ഞ ദിവസം ഒരാളിനെ ഞാൻ കണ്ടു, 10 വർഷം കണ്ടിന്യൂസ് താമസിച്ചു. പുള്ളിക്കാരൻ നാട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ ചിന്തയിലിരിക്കുന്ന, എൻ്റെ ഒക്കെ ചിന്തയിരിക്കുന്ന എൻ്റെ തമ്പുരാനെ എന്തെങ്കിലും വഴി തുറന്ന് അങ്ങ് പോയാൽ കൊള്ളാമെന്നാണ്. ഞാൻ ചോദിച്ചു, അച്ചായ 10 കൊല്ലം കഴിഞ്ഞിട്ട് പോകുന്നതിൻ്റെ കാര്യം? എൻ്റെ പാസ്റ്ററെ, ഇച്ചിരി കൊതുകുകടിയും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ രസം. യഹോവയായ ദൈവം പറയാ, എൻ്റെ വാസം ഞാൻ നിങ്ങളുടെ ഇടയിലാക്കും. അപ്പൊ ദൈവം വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എവിടെയാണെന്നറിയാവോ? സ്വർഗാദി സ്വർഗം, ദൂതസഞ്ചയത്തിന്റെ വലിയ സാന്നിധ്യം, രാപ്പകലില്ലാതെ ദൂതന്മാർ ദൈവത്തെ പാടി ആരാധിക്കുന്ന സ്വർഗം. പ്രവാചകനായ യെശയ്യാവ് ദർശനത്തിൽ ഒന്ന് കണ്ടു ആ കാഴ്ച കണ്ടപ്പോൾ താൻ അമ്പരന്ന് പോയി. ആ കാഴ്ച അത്ര മനോഹരമാ. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സംഗീത അകമ്പടിയോടുകൂടെ ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്ന ആ ആരാധനയുടെ മനോഹരത്വം വസിക്കുന്ന ദൈവാദി ദൈവം തൻ്റെ ജനത്തോട് പറയുക, എൻ്റെ മക്കളുടെ നടുവിൽ എനിക്ക് വസിക്കാൻ ഇഷ്ടമാ. പിടിയും കിട്ടുന്നുണ്ടോ? നമ്മുടെ ആരാധന കർത്താവിന് വസിക്കാൻ പറ്റിയ തലത്തിൽ ഒരുക്കപ്പെടാറുണ്ടോ? നമ്മുടെ സഭ, നമ്മുടെ വീട്, നമ്മുടെ വാസം, നമ്മുടെ കൂടെ കർത്താവിന് വന്ന് വസിക്കാൻ പറ്റിയ തലത്തിലാണോ എന്ന് ഇന്ന് പകൽ വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാസം നമ്മുടെ കൂടെയാകാൻ ദൈവത്തിന് ആഗ്രഹമാണ്. അതുകൊണ്ട് തേജോമയനായ ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻ്റെ വാസം എൻ്റെ ജനത്തിൻ്റെ നടുവിൽ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എബ്രായ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് യഹോവയെന്ന് ഏതാണ്ട് 6828 പ്രാവശ്യം യഹോവ എന്ന പദം കൊടുത്തിട്ടുണ്ട്. യാഹ്, തേജസമ്പൂർണനായ സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്ന നിത്യ നിയമത്താൽ ആടുകളുടെ വലിയിടയനായ സർവശക്തനായ ദൈവം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. ആ ദൈവത്തെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്, ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 9-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. അവൻ ആരാണ്? അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഈ മഹാദൈവം
സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം താൻ വീണ്ടെടുത്ത തൻ്റെ മക്കളുടെ നടുവിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനകളൊന്നും പറഞ്ഞാൽ തീരത്തില്ല. തിമോഥെയോസ് ലേഖനത്തിൽ എഴുതിയത്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനും ഇത്ര മഹത്വവാനായ തേജോമയനായ സർവജ്ഞാനിയായ ആ ദൈവം എവിടെ വസിക്കാൻ വന്നേ? ഈ താണഭൂമിയിൽ. എങ്ങനെ വന്നു? ആമേൻ. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ അരുമനാഥന്റെ മകൾ സ്നേഹത്തിന്റെ പ്രതീകം ആമേൻ നമ്മൾ യേശു ക്രിസ്തുവിൽ ദർശിക്കുകയാ. ഇത്ര വലിയവനായ മഹോന്നതനായ ആമേൻ ഈ സർവശക്തനായ ദൈവം തൻ്റെ താമസം മനുഷ്യരുടെ ഇടയിലാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവും ഞാനും അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അവൻ്റെ നിത്യവാസം, അവൻ്റെ സാന്നിധ്യം ഓരോ നിമിഷവും ഓരോ ദൈവമക്കളുടെയും കൂടെ ആയിരിക്കണമെന്ന് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താ ഗുണം? എന്താ ഗുണം? നിന്റെ മുമ്പിൽ വരുന്ന ഏത് പ്രതിസന്ധിയിലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് വേദനയുടെ നടുവിലും, ഏത് കഷ്ടങ്ങളുടെ നടുവിലും അവൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോമിസ് കേൾക്കണോ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായി അവൻ നമ്മുടെ കൂടെ നിന്ന്, നമ്മുടെ ചാരേ നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ആ പൊന്നു കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ അല്ല, അവൻ്റെ വാസം നമ്മുടെ കൂടെ. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ കർത്താവ് വസിക്കുന്നുണ്ടോ? നമ്മുടെ കൂടെ കർത്താവ് വാസം ചെയ്യുന്നുണ്ടോ? കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നെങ്കിൽ, കർത്താവ് നമ്മുടെ വീട്ടിൽ വസിക്കുന്നെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ ദർശിക്കണം. സ്തോത്രം. അത് കാണാനും കേൾക്കാനും അറിയാനും ഉണ്ടായിരിക്കണം. പിന്നെ യേശു എവിടെ ഉണ്ടെന്നുള്ള ശ്രുതി, യേശു ഒരു വീട്ടിൽ ചെന്നാൽ, ഒരു ഗ്രാമത്തിൽ ചെന്നാൽ, ഒരു പട്ടണത്തിൽ ചെന്നാൽ ആ ശ്രുതി നാട് മുഴുവൻ അറിയുക. പുരുഷാരം അവിടേക്ക് ഓടിക്കൂടുക. കാരണം യേശു എവിടെ ഉണ്ടോ അതിൻ്റെ ശ്രുതി അവിടെയുണ്ട്. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആണ്ടുകളുടെ പഴക്കമുള്ള നമ്മുടെ ഗ്രഹത്തിൽ അവൻ്റെ വാസമുണ്ടെന്ന് അവകാശപ്പെടുന്ന, അവന് വേണ്ടി ഹൃദയം കൊടുത്ത ദൈവത്തിൻ്റെ പൈതലെ, വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ചിന്തയിലും നിന്റെ ഇടപാടുകളിലും ആരാധനയിലെ 2 മണിക്കൂറല്ല, ജീവിതത്തിൻ്റെ 24 മണിക്കൂർ അവൻ്റെ വാസത്തിൽ നീ എന്ന് നീ ഉറപ്പ് വരുത്തട്ടെ. സ്തോത്രം. നമ്മെ കാണുന്നവർക്ക് അത് ഫീൽ ചെയ്യണം. നാമുമായി അടുക്കുന്നവർക്ക് അത് മനസ്സിലാകണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? അതിൻ്റെ 2ാം ഭാഗം വേഗത്തിലൊന്ന് കിടക്കാം. നമ്മൾ വായിച്ച ലേവ്യ പുസ്തകത്തിൻ്റെ 11-ാം വാക്യം. ഒന്നുകൂടെ. വാസം ചെയ്യാമെന്ന് പറഞ്ഞ ദൈവം പറയുക, മക്കളെ, എൻ്റെ വചനം പ്രമാണിച്ചാൽ, എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, ദൈവം പറയാ, എൻ്റെ ഉള്ളം. ഇന്ന് പകൽക്കാലം പലരും നിന്നെ വെറുത്തേക്കാം, പക്ഷെ നിന്നെ വെറുക്കാത്ത ഒരുവൻ വേണ്ടത് നമ്മുടെ രക്ഷയുടെ പാറയായ നമ്മുടെ കർത്താവായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിച്ചതിൻ്റെ, സേവിച്ചതിൻ്റെ പേരിൽ എത്രയോ പേര് വെറുത്തു.
എത്രയോ പേരാൽ വെറുക്കപ്പെട്ടു. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ ഭർത്താവിനാൽ വെറുക്കപ്പെട്ടവരുണ്ട്, ഭാര്യയാൽ വെറുക്കപ്പെട്ടവരുണ്ട്, മക്കളാൽ വെറുക്കപ്പെട്ടവരുണ്ട്, ചാർച്ചക്കാരും കുടുംബക്കാരും വെറുത്തവരുണ്ട്. എന്നാൽ ഒരു ഉറപ്പ് നിനക്കുണ്ട്, ഞാൻ അവനെ സ്നേഹിച്ചതുകൊണ്ട്, ഞാൻ അവന്റെ വചനം പ്രമാണിച്ചതുകൊണ്ട്, അവന്റെ സത്യത്തിൽ നടന്നതുകൊണ്ട് ഈ വെറുപ്പുണ്ടെങ്കിലും എന്നെ വെറുക്കാത്തൊരു ദൈവം. ജീസസ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ ഹോവയായി ദൈവം പറയാ, ഞാൻ എൻ്റെ ഉള്ളം നിങ്ങളെ എന്ത് ചെയ്തില്ല. ദൈവത്തിൻ്റെ ഉള്ളം, ദൈവത്തിൻ്റെ ഹൃദയം, ദൈവത്തിൻ്റെ മനസ്സ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ മനസ്സ് ഉള്ളവനായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. കർത്താവിൻ്റെ മനസ്സ്, ഇവിടെ ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഉള്ളം. ദൈവം പറയാ, ഞാൻ വെറുക്കത്തില്ല, ഞാൻ വെറുക്കത്തില്ല, എന്റെ വാസം നിങ്ങളുടെ കൂടെ ആയിരിക്കും, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇത്ര വലിയ സ്നേഹമുള്ളൊരു ദൈവം. ഇസ്രയേലിനോട് ദൈവം പറയുക, വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രയേൽ മക്കൾ അടിമത്തത്തിൽ 430 വർഷം കഴിഞ്ഞ ആ ജനത്തെ തൻ്റെ രക്തത്തളിയാൽ വിടിവിച്ച ചോരത്തളിയാൽ വിടുതൽ പ്രാപിച്ച് ആ മേഖലയിൽ മുൻപോട്ട് യാത്ര ചെയ്യുന്ന ജനത്തോട് ദൈവം വന്നിട്ട് പറയുക, എൻ്റെ ജനമേ, എൻ്റെ വചനം പ്രമാണിച്ചാൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കും, അല്ല എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. വീണ്ടും ദൈവം പറയാ, ഞാൻ നിങ്ങളുടെ ഇടയിൽ. ദൈവം നമ്മുടെ ഇടയിൽ, രക്തത്താൽ ജയം. ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിൽ കർത്താവ് സഞ്ചരിക്കത്തക്ക ഒരു നിലവാരത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ദൈവപൈതലേ, നിന്റെ ജീവിതയാത്രയിൽ കർത്താവ് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരിടം, രക്തത്താൽ ജയം, കർത്താവ് സഞ്ചരിക്കാൻ പറ്റിയ ഒരു ഗ്യാപ്പ് തിരിച്ചറിയുന്നുണ്ടോ? ഇവിടെ വേണ്ട ഈ സീറ്റുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചില ഇടയിട്ടിട്ടുണ്ട്. തിരുമേശയും കൊണ്ട് വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, കയറിയിരിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. തേജോമനായ ദൈവം പറയാ, എൻ്റെ മക്കളെ, 6 ലക്ഷത്തിലധികം ജനം പാർക്കുന്ന ഇസ്രായേലിൻ്റെ കൂടാരങ്ങളുടെ നടുവിലൂടെ, അവരുടെ ഭവനങ്ങളുടെ നടുവിലൂടെ, അവരുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന ദൈവം പറയാ, എനിക്ക് സഞ്ചരിക്കാൻ ഒരു പാത്തിട്ടേക്കണേ, ഒരു വഴി ഇട്ടേക്കണേ. ഞാൻ എപ്പോഴും നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാ. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ ചോദിക്കുക, നിന്റെ വീട്ടിലൂടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിലൂടെ, നിന്റെ ഭവനത്തിന്റെ ഉള്ളിലൂടെ, അല്ല നിന്റെ മൊബൈൽ ഫോണില്, നിന്റെ ലാപ്ടോപ്പില് എന്റെ ദൈവത്തിന് സഞ്ചരിക്കാൻ പറ്റിയ തലം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഭർത്താവിന് കാണാൻ മേലാത്ത, ഭാര്യയ്ക്ക് കാണാൻ മേലാത്ത, മക്കൾക്ക് കാണാൻ മേലാത്ത, മക്കളെ മാതാപിതാക്കൾക്ക് കാണാൻ മേലാത്ത എന്തെങ്കിലുമൊക്കെ അതിവേഗത്തിൽ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ രാപ്പകൽ സഞ്ചരിക്കുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, സകല ഹൃദയങ്ങളെ രഹസ്യങ്ങളെയും അറിയുന്ന സർവജ്ഞാനിയായ ദൈവ ഇസ്രായേലിനോട് പറയുക, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ റിബാലബാന അധൂരകന ഘടകസിയ. ഇന്ന് പകൽക്കാല ചടങ്ങിന്റെ ആരാധനയിലല്ല നീ ആയിരിക്കുന്നത്, നിന്റെ ഇടയിലൂടെ. എന്നെ ഭാഗ്യം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി കൊണ്ട്. ഈ മഹോന്നതനായ ദൈവം സാധുക്കളായ മനുഷ്യൻ്റെ ഇടയിലൂടെ, എന്താ ഉപദേശി അങ്ങനെ ഇടയിലൂടെ സഞ്ചരിച്ചതിൻ്റെ ഗുണം? അതുകൊണ്ട് മാത്രം എഴുതിയൊരു പദം ഞാൻ പറയാം, അവരുടെ ഇടയിൽ ഒരു ബലഹീനനും, പറയാവോ,
എന്ന ബലഹീനൻ ഉണ്ടായി തുടങ്ങിയെന്നറിയാമോ? അത് ഞാൻ അടുത്ത വാക്യങ്ങളിൽ വരുമ്പം തെളിയിക്കുക. എപ്പോഴാ അവരുടെ ഇടയിൽ ചിലതൊക്കെ ബലഹീനപ്പെട്ടതെന്നറിയാമോ? എപ്പോഴാ മരണം കടന്നു വന്നെന്നറിയാമോ? എപ്പോഴാ അനർത്ഥം അവരെ തൊട്ടതെന്നറിയാമോ? എപ്പോഴാ ശത്രു അവരുടെ നേരെ കൈ നീട്ടിയെന്നറിയാമോ? അവന്റെ വാസം അവരുടെ നടുവിൽ നിന്ന് വിട്ടുപോയപ്പോഴാ. ഇന്ന് പകൽ ദൈവത്തിന്റെ വാസം നിന്നെ വിടാൻ നീ അവസരം കൊടുക്കരുത്. പകൽ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവി 2 ദിവസം തന്ന വാണിങ്ങിൻ്റെ ദൂതിൻ്റെ ചേർത്ത് ഞാൻ പറയാ, ഇത് നിന്റെ മടങ്ങി വരവിൻ്റെ കാലമായിരിക്കണം. ഇത് നിന്റെ യഥാസ്ഥാനത്തിൻ്റെ കാലമായിരിക്കണം. ഇതൊരു മത്സരത്തിൻ്റെ കാലമാക്കരുത് നീ. ഇതൊരു ശാഠ്യത്തിൻ്റെ കാലമാക്കരുത് നീ. ഒരു കലഹത്തിൻ്റെ കാലമാക്കരുത് നീ. ഇതൊരു വിലാപത്തിൻ്റെ കാലമാക്കരുത് നീ. നീ മടങ്ങി വരിക. നിനക്ക് എല്ലാവരേക്കാൾ ബുദ്ധിയും ജ്ഞാനവും അറിവും സമ്പാദ്യവും വിദ്യാഭ്യാസവും സൗന്ദര്യവും കഴിവും ധനവും തന്നിട്ടുണ്ടെങ്കിൽ വിനയത്തോടെ നിങ്ങളുടെ ഒരു എളിയ സഹോദരൻ എന്നുള്ള നിലയിൽ പറയാം, ഒരു പടിയുടെ താണാൽ കുഞ്ഞെ നിനക്ക് അനുഗ്രഹമാണ്. കാരണം അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത ദൈവമാ. ആമേൻ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ. ഹല്ലേലൂയ. അവൻ്റെ മുൻപിൽ വിറയലോടും ഭയത്തോടും ഭക്തിയോടും നീ അവനെ സേവിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇവിടെ കൈകൊട്ടാനും പാടാനും അന്യഭാഷ പറയാനും ആമേൻ ചില അന്തരീക്ഷം ഒരുക്കപ്പെട്ടാൽ കഴിഞ്ഞേക്കാം. പക്ഷേ ഹൃദയങ്ങളെ അറിയുന്ന, ഒഴിപ്പുകളെ അറിയുന്ന, രഹസ്യങ്ങളെ അറിയുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിൻ്റെ മുൻപിലാണ് നീ ആയിരിക്കുന്നത്. മൂന്നാമത് വാക്യം വായിച്ചു പോയാൽ അത് മാത്രം വായിച്ചാൽ മതി. ആ വചനം ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഈ ഒരാഴ്ച മുഴുവൻ അല്ല, ഈ 9-ാം മാസം നിന്റെ കൂടെ ഒരപ്പൻ കൈപിടിക്കുന്ന പോലെ, ഒരു ഭർത്താവ് ഭാര്യയുടെ കരം പിടിച്ച് നടക്കുന്ന പോലെ, മക്കൾ കുഞ്ഞുങ്ങൾ കരം ചേർത്ത് പിടിക്കുന്ന പോലെ അവൻ നിൻ്റെ കൂടെ നടക്കുന്നത്, അവൻ നിൻ്റെ അരികിൽ ഇരിക്കുന്നത് നിനക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. കൃത്യമായി. അതുകൊണ്ട് ആ കോരസിനോട് അവൻ പറഞ്ഞത്, നിൻ്റെ മുൻപിൽ ഇനി ഒരു ദുർഘടം ഉണ്ടാകത്തില്ല. നിൻ്റെ മുമ്പിൽ ഇനി ഇരുമ്പോടാമ്പൽ നിൽക്കത്തില്ല. നിൻ്റെ മുൻപിൽ ഇനി ഒരു താമ്ര കതക് നിൽക്കത്തില്ല. എന്നാ കാര്യം എന്നറിയാമോ? യെശയ്യാ പ്രവചനം 45 എഴുതിയിരിക്കുക, ഞാൻ നിന്റെ വലം കരം പിടിച്ചിരിക്കുന്നു. നിന്റെ വലങ്കരം, നിന്റെ വലങ്കരം, നിന്റെ വലങ്കരം ഞാൻ പിടിച്ചിരിക്കുന്ന കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ആഴത്തിൽ ഇടപെടുന്ന വചനത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി അവൻ്റെ ആത്മാവിൻ്റെ വിടുതലിൻ്റെ ആഴങ്ങൾ ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. ഓ ജീസസ്. 3-ാം ഭാഗത്തോട് കൊടുത്തു വരുന്ന 13-ാം വാക്യത്തില നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. അതാ വാഗ്ദത്തം, അതാ വാഗ്ദത്തം, അതാ വാഗ്ദത്തം. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിന്നെ ആരാക്കാൻ പോവാ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നീ വിശ്വസിച്ച് ഏറ്റെടുക്ക. അവൻ്റെ വചനം പ്രമാണിച്ചാൽ ദൈവം നിന്നോട് പറയുന്നത് കേൾക്കണോ? കുഞ്ഞെ, നിന്റെ കൂടെ വാസം ചെയ്യുന്നവൻ, നിന്റെ ഇടയിലൂടെ സഞ്ചരിക്കുന്നവൻ, നിന്നെ നിവർന്നു നിൽക്കുമാറാക്കുന്നവൻ രക്തത്താൽ റിഗാല ശംധര അസ്തര ചുടയ. 2 ആഴ്ച മുമ്പ് ദൈവാത്മാവിൽ ഞാൻ സംസാരിച്ചു. യെസക്കേലിനെ താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ശവക്കൂടാരത്തെ നോക്കി പറഞ്ഞു, ഞാൻ ഈ കുഴികളെ തുറന്ന് എൻ്റെ ജനത്തെ നിവർന്നു നിൽക്കുമാറാക്കും. ഒരു സൈന്യം പോലെ ഞാൻ നിർത്തും. ആ ദൈവം ഇന്ന് പകൽ ആരോടൊക്കെയോ സംസാരിക്കുക, ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ഇടപെടുക. ഈ ലൈവ് സ്ക്രീനിലൂടെ വചനം ഭവനത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാവേ, സഹോദരി, കുഞ്ഞേ, യൗവനക്കാരാ, നിന്നെ നിവർന്നു നിർത്തുന്ന ദൈവം.
എൻ്റെ കർത്താവ് നിവർന്ന് നിർത്താമെന്ന് പറഞ്ഞാൽ നിർത്തുന്നവനാ. അവൻ നിവർത്തി നിർത്തിയാലേ നിനക്ക് നിൽക്കാനും പറ്റുള്ളൂ. ദേവാലയത്തിൽ കർത്താവ് ചെല്ലുമ്പം ഒരമ്മയെ കണ്ടു. വേദപുസ്തക ഭാഷ ഒരു കുനിയായ സ്ത്രീ എന്ന് മാത്രമേ ഉള്ളൂ. ഏറെ വർഷങ്ങളായിട്ട് അവൾ ആലയത്തിലാണ്, പക്ഷെ നിവരാൻ പറ്റുന്നില്ല. ആലയത്തിൽ വന്നത് നിവരുമെന്ന പ്രതീക്ഷയിലായിരിക്കും അല്ലേ? ഒന്ന് നിവരാൻ പറ്റും, ഒന്ന് നിവരാൻ പറ്റും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച, ഒരു മാസമെങ്കിൽ ഒരു മാസം ഒന്ന് നിവർന്ന് നിന്നിരുന്നെങ്കിൽ. നിവർന്ന് നിന്നിട്ടുള്ളവരെ കൂനിപ്പോയവരോട് ചോദിക്കണം അതിൻ്റെ വേദനയുടെ വലിപ്പം. എന്നാൽ ഇന്ന് പകൽ ഈ ആലയത്തിൽ അക്ഷരികമായ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഒരു ആത്മമണ്ഡലത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുക. നിന്നെ നിവരെ നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ശക്തിയെ നീ തിരിച്ചറിഞ്ഞ് നീ യഥാസ്ഥാനപ്പെടണം. നീ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച്, വെറുക്കേണ്ടതിനെ വെറുത്ത്, വിടേണ്ടതിനെ വിട്ട്, നോ പറയേണ്ടതിനോട് നോ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണത്തിൽ നീ അടുത്തു വന്നാൽ എൻ്റെ ദൈവ കരുണയുള്ള ദൈവമായതുകൊണ്ട് അവൻ പറയാൻ ഞാൻ നിന്നെ നിവരെ നിർത്തും. 12 വർഷം രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ഒട്ടും ഭേദം വരാതെ എന്ന് എഴുതിയേക്കുന്നത്. 12 സംവത്സരമായി തനിക്കുള്ളതെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തവൾ, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചവളായി. എല്ലാ പ്രതീക്ഷയും മാറ്റിയിരുന്നു. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച, സകല കണക്കുകൂട്ടലുകളും തെറ്റിയ ആ പ്രിയ സഹോദരി, ഞാൻ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാ ഒന്നുകൂടെ മനസ്സിലായേ. എൻ്റെ പൊന്നു മാത്തിച്ച ആയുസിൽ അവൾക്ക് പുറത്തിറങ്ങാൻ പെർമിഷൻ ഇല്ല. ഇവൾ പുറത്തിറങ്ങിയാൽ ഇവൾ നിമിത്തം ഒത്തിരി പേര് അശുദ്ധരാകും. കൊടുക്ക വാങ്ങലുകൾ പോലും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് കോവിഡിൻ്റെ ഒരു ലക്ഷണം പോലെയാ ആ സ്ത്രീ അല്ലേ. എത്രയോ പേർക്ക് നമ്മൾ ഫുഡ് കൊണ്ട് ഡോറുങ്ക വെച്ചിട്ട് വിളിച്ചു പറഞ്ഞ ദിവസം ഉണ്ടെന്നറിയാവൂ. ഒത്തിരി പേർക്ക് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പേർക്ക് എൻ്റെ വിശ്വാസികളിൽ പലർക്കും. കാരണം രോഗത്തേക്കാൾ പേടി നിയമത്തെ. അവിടെ ചെന്നാൽ 50,000 ദിർഹംസാ ഫൈൻ. പേടിച്ചു വറച്ചും പാവപ്പെട്ടവരുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് എല്ലും എൻട്രൻസിൽ വെച്ചിട്ട് വണ്ടിയെ കയറിച്ച് വിളിച്ചു പറയും മക്കളെ വെളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സഹോദരിയെക്കുറിച്ച് ഓർക്കാറുണ്ട്. കയറ്റിറക്കം പോലും അനുവാദമില്ല, ആരും വീട്ടിൽ വരാനില്ല, ഒരു പുരോഹിതനും അവളെ കണ്ട് പ്രാർത്ഥിക്കാൻ വരത്തില്ല, ആലയത്തുമായിട്ട് ഇവർക്കൊരു സമ്പർക്കമില്ല, ആരാധനയും കൂട്ടായ്മയോടുള്ള ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് സാമൂഹിക സാംസ്കാരിക തലങ്ങളിലെ ബന്ധങ്ങളെല്ലാം മുറിഞ്ഞ് ആശയറ്റ ഒരു സഹോദരി. ഇതിനിടയ്ക്ക് ഒരു കാര്യം മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, വൈദ്യന്മാരിൽ മാത്രം ആശ്രയം വെച്ചവൾ. എങ്ങനെ ആ വൈദ്യൻ അവൾക്ക് മരുന്നെത്തിച്ചെന്ന് ഞാൻ അതിശയിക്കാറുണ്ട്. ഏത് വൈദ്യനെ അവൾ കണ്ടെത്തിയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം ന്യായപ്രമാണത്തിൻ്റെ നിയമം അത്ര കടുകട്ടിയാ. പക്ഷെ എങ്ങനോ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് രഹസ്യമായിരിക്കാം അവൾ വൈദ്യന്മാരിലെല്ലാം പോയി കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു. എനിക്കുള്ളത് മുഴുവൻ തരാം, എനിക്കൊരു സൗഖ്യം മതി എന്ന് പറഞ്ഞ ആ സ്ത്രീ ആശയറ്റ് നിൽക്കുമ്പോൾ ആരോ പറഞ്ഞറിഞ്ഞു ഈ വഴി നസ്രയൻ വരുന്നുണ്ട്, ഈ വഴി ഒരുവൻ വരുന്നുണ്ട്. അവൾ അതിൻ്റെ ഇടയിലൂടെ കർത്താവ് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഇടയിൽ വരാം. എന്നാൽ ഇവൾക്ക് മനസ്സിലായി ഇങ്ങോട്ട് വരവ് നടക്കത്തില്ല, നിയമം അത്ര കടുങ്കട്ടിയ. അവൾ ആരോടും പറയാതെ അങ്ങോട്ട് നടന്നു. രക്തം ജയം, ഹല്ലേലൂയ. ആരും അറിയാതെ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ അവൾ യേശുവിൻ്റെ അടുക്കലെത്താൻ ശ്രമിച്ചു. പുരുഷാരം അവളെ അനുവദിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ ഇടയിലൂടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും. ഇന്ന് പകൽ നിനക്ക് വേണ്ട വിടുതൽ
വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ആരാധനയിൽ വ്യക്തമായി സംസാരിക്കുക. ഒന്നേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു ചുവട്ടടി വയ്ക്കാൻ നീ തയ്യാറാണോ? ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാൻ നീ തയ്യാറാണോ? അതോ നിയമത്തിൻ്റെ ബാഹുല്യത്തിൻ്റെ ബോർഡും കെട്ടി ഇങ്ങോട്ടാരേലും വരട്ടെന്ന് പറഞ്ഞ് നീ ഇരുന്നാൽ നീ അവിടെ ഇരുന്ന് അസ്തമിക്കത്തേ ഉള്ളൂ. നിയമത്തെ അനുസരിച്ച് വചനത്തിന് കീഴ്പ്പെട്ട് നീ എഴുന്നേറ്റ് മുൻപോട്ട് നടന്നാൽ നിനക്കുള്ള വിടുതൽ ദൈവത്തിന്റെ പക്കലുണ്ട്. 38 വർഷമായിട്ട് ഉരുവം കിടക്കുക. കർത്താവ് പറഞ്ഞ, ഞാൻ നിങ്ങളുടെ നുക കൈകളെ ഒടിച്ച് രോഗത്തിൻ്റെ നുകം, ശാപത്തിൻ്റെ നുകം, അന്ധകാരത്തിൻ്റെ നുകം, നിയമത്തിൻ്റെ നുകം, നിന്നെ വിടാതെ ഒതുക്കി അമർത്തി വെച്ചിരിക്കുന്ന ചില നുഖങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പറയാ, ഞാൻ അതിനെ ഒടിച്ച് ഹല്ലേലൂയ. ഒന്ന് കണ്ണുയർത്തി നോക്കിക്കേ കാൽവറിയിലേക്ക്. ഹല്ലേലൂയ. അവിടെ വിരോധവും ആമേൻ പ്രതികൂലമായ അനവധി നുഖങ്ങൾ എനിക്കും നിനക്കുമെതിരെ ഉയർത്തി ശത്രു കെട്ടിയിരുന്നതിന് അവൻ അവിടെ ഓടിച്ച്, അവൻ അതിനെ തകർത്ത്, ആ വിധി എഴുത്തുകളെ മായിച്ച്, അവൻ നമുക്ക് ക്രൂശിലൂടെ തന്ന അവന്റെ മകൾ സ്നേഹത്തിന് ഈ രാവിലെ സ്തോത്രം ചെയ്യാം. ഈ ദൈവം ഇത്ര നല്ല ദൈവം എന്നറിയാം. അവൻ വാസം ചെയ്താൽ, അവൻ കൂടെ വസിച്ചാൽ, അവൻ ഇടയിലൂടെ നടന്നാൽ ഒടിക്കേണ്ടതെല്ലാം അവൻ ഒടിക്കും. തുറക്കേണ്ടതെല്ലാം അവൻ തുറക്കും. നിനക്ക് വേണ്ടി ചെയ്തു തരാൻ എന്തൊക്കെ അനിവാര്യമുണ്ടോ അതെല്ലാം ചെയ്തു തരാൻ അവൻ്റെ കരം ഇന്ന് രാവിലെയും ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എത്ര വലിയ പ്രതികൂലം നിന്റെ മുൻപിലുണ്ടെങ്കിലും നീ ഭാരപ്പെടണ്ട. നീ വിശ്വസിച്ച് അവൻ്റെ വചനത്തിൻ്റെ മുൻപിൽ വിറയ്ക്കുന്ന ഹൃദയത്തോടെ നീ അടുത്ത് ചെന്ന് അനുതാപത്തോടെ താണു വീണാൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാ. എനിക്ക് അത്ഭുതം തോന്നി. ഇത്ര മഹാസ്നേഹത്തിൻ്റെ പ്രതീകമല്ലേ ദൈവം പറയും, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാം, നിങ്ങളുടെ ഇടയിൽ വസിക്കാം. ഈ ഇടയിൽ വസിക്കുന്ന ദൈവം വേണ്ടെന്ന് വെച്ചൊരു സമയമുണ്ട് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ വസിച്ച, ഇടയിലൂടെ സഞ്ചരിച്ച, അവരുടെ കൂടെ വാസം ചെയ്ത ദൈവം തീരുമാനിച്ചു, ഇനി ഇവരുടെ ഞാൻ വസിക്കത്തില്ല. 78-ാം സങ്കീർത്തനം 59-60 വാക്യം വായിക്കാം. ഹല്ലേലൂയ. വാക്യം വിടല്ലേ. ദൈവം കേട്ട് ക്രുദ്ധിച്ചു. ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. ഇഷ്ടം തോന്നി. കൂടെ വസിച്ച ദൈവം. ചില ബന്ധങ്ങൾ നമ്മളെ വല്ലാതെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മറക്കാൻ പറ്റാത്ത ചില ബന്ധം, ചില വീട്, ചില വാസം, ചിലരുടെ ഇടയിൽ. ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പാസ്റ്റർ 34 വർഷത്തിനിടയിൽ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചതെന്ന് പറഞ്ഞാൽ ഭോഷ്കും കൂടെ ആവും. അങ്ങനൊന്നും അല്ല. ചിലരെ ആയുസ് മറക്കാൻ പറ്റത്തില്ല. തന്നതോ വലിപ്പമോ ഒന്നുമല്ല. ഞാൻ കറ്റോട് ശുശ്രൂഷിക്കുമ്പോൾ കറ്റോട് സഭയിൽ ഒരു ബാങ്ക് ജോലിക്കാരനുണ്ടായിരുന്നു. സാംസാർ എന്ന പേര്, സാം ഫിലിപ്പ്. ആ ദൈവമനുഷ്യൻ്റെ ഒരു പ്രത്യേകത, താഴ്മയോടെ പറയുകയാണേ, നല്ല ജോലിക്കാരനാ, മാന്യമായ സാലറി ഉണ്ട്, ദൈവസഭയ്ക്കും യോഗ്യമായിട്ട് അയച്ചു കൊടുക്കും, കാലാകാലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരെ അതുപോലെ സ്നേഹിക്കും. പക്ഷേ ഈ ദൈവദാസനും കുടുംബവും എല്ലാ ഞായറാഴ്ച ആലയത്തിൽ വരുമ്പം ഒരു കിറ്റുമായിട്ടാണ് വരുന്നത്. ഒരു ടേബിളിൻ്റെ അടുത്തുകൊണ്ട് വെച്ചേച്ച് അങ്ങ് പോകും. ആദ്യത്തെ ആഴ്ചകളൊന്നും എനിക്ക് പിടികിട്ടിയില്ല, ഇതാരാ കൊണ്ട് വെച്ചതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല.
ഞാൻ അവിടെ ശുശ്രൂഷിച്ച കാലഘട്ടം മുഴുവൻ ഞാൻ പുറകോട്ട് പഴയ പാസ്റ്റർമാരെ വിളിച്ചു ചോദിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നമ്മുടെ സഭയിൽ പിടിയേരി കൊണ്ടിരുന്നൊരു കുടുംബമുണ്ടെന്ന് പറഞ്ഞു. ഹലോ, ഇത്രയും പരിഷ്കാരം, സംസ്കാരം. അടുത്ത ഞായറാഴ്ച തൊട്ട് പിടിയേരിയും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ ആരും? അതിനൊന്നും അല്ല പറയുന്നേ. കുവൈറ്റിലെ ഒരു വീട്ടിൽ, ഭയങ്കര ഉന്നതമായൊരു ഭവനത്തിൽ 2 ആഴ്ച താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അവരെന്നെ വിളിച്ചുകൊണ്ട് പോയി മീറ്റിങ്ങിന് അവിടെ എത്തി. ആ രാജ്യത്ത് തരാവുന്ന ഏറ്റവും അതിമനോഹരമായ ഫുഡ് എനിക്ക് വീട്ടിലും ഉണ്ടാക്കി, ഹോട്ടലുകളിലും കൊണ്ടുപോയി എല്ലാം കഴിപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പാവ സ്നേഹത്തോടെ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഫുഡ് ഓർമ്മയുണ്ടോ? അന്ന് 25 വർഷമായുള്ളായിരുന്നു. ഞാൻ പറഞ്ഞ, അച്ഛാ ക്ഷമിക്കണേ, ഈ രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലത് അച്ഛൻ എനിക്ക് തന്നു. പക്ഷേ 25 വർഷം മുമ്പ് എൻ്റെ സുവിശേഷ വേലയുടെ ആദ്യ നാളിൽ എനിക്കൊരു നാഴി പിടിയരി കിട്ടുമായിരുന്നു. പല കളറാണ്. ഒരു കോഴിമുട്ട, നാഴി പിടിയരി, 2.5 രൂപ സ്തോത്ര കാഴ്ച, ഒരാഴ്ചത്തെ വരുമാനമാണ്. ഞാൻ പറഞ്ഞ, അച്ഛാ അത്രയും ടേസ്റ്റുള്ളത് ആയുസിൽ കഴിച്ചിട്ടില്ല. താഴ്മയുടെ വലിപ്പം കാണിക്കാൻ പറഞ്ഞതല്ല. ഇന്ന് പകൽ നിൻ്റെ താഴ്ചയിൽ നിന്നെ ഉയർത്തിയ ദൈവത്തെ നീ മറക്കരുത്. നിൻ്റെ ഇന്നലകൾ നീ മറക്കരുത്. ഇന്നെൻ്റെ അനുഗ്രഹങ്ങളുടെ അകത്തെ ഇന്നലകളുടെ താഴ്ചയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാഞ്ഞ കാലങ്ങളിൽ നിന്നെ ഓർത്ത ദൈവത്തെ, നിന്നെ സ്നേഹിച്ച ദൈവത്തെ, നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവത്തെ, നിന്റെ വിലാപത്തെ നൃത്തമാക്കിയ ദൈവത്തെ, നിന്റെ രട്ടടിച്ച് നിന്നെ സന്തോഷം ഉടിപ്പിച്ച ദൈവത്തെ, ഈ പട്ടണത്തിൽ ഒരു വാടക വീടെങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിച്ച നാളിൽ ഇന്ന് നിന്റെ സ്ഥിതി മാറ്റിയ ദൈവത്തെ നീ മറക്കരുത്. ദൈവം പറയുക, 78 സങ്കീർത്തനം 59 വാക്യം, ക്രുദ്ധിച്ചു, വെറുത്തു. ആരാ? ശമൂവ പ്രവാചകനല്ല, ഏലി പ്രവാചകനല്ല, തേജോമേൻ. എന്തോ അടിച്ചിട്ടുണ്ടായിരുന്നെന്നാ? ഒരു ടെൻ്റ് അടിച്ച് പാർക്കുമായിരുന്നെന്ന്. അയ്യോ, എനിക്ക് ആ വാക്യം വായിച്ചിട്ട് അത്ഭുതം തോന്നി. ദൈവത്തിൻ്റെ കൂടാരം ഇതാ മനുഷ്യരോടുകൂടെ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുക, ഇനി ഇറങ്ങി വരാൻ പോവുക. അതിറങ്ങി വരാൻ പോവുക. പണ്ടിറങ്ങി ഇരുന്നത് ഇനി ഇറങ്ങി വരാൻ പോകുന്നൊരു ദിവസമുണ്ട്. ദൈവം അങ്ങനെ വാസം ചെയ്ത തൻ്റെ ജനം, ദൈവം അങ്ങനെ വാസം ചെയ്ത, ദൈവം അങ്ങനെ വസിച്ച ആ ജനത്തിൻ്റെ നടുവിൽ നിന്ന്, അവിടെ എഴുതിയിരിക്കുന്ന പദം കേൾക്കണോ? കൂടാരം ഉപേക്ഷിച്ച് ദൈവം പോയെന്ന്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാഴ്ച കണ്ടവിടെ. ദൈവം വസിക്കാത്തൊരു കൂടാരം അവിടെ നിൽപ്പുണ്ട്. ടെൻ്റ് അഴിച്ചുകൊണ്ട് പോയെന്ന് എഴുതിയിട്ടില്ല. ഇപ്പം ഇവർ പഴയ പോലെ പാട്ടാ, ഭയങ്കര പാട്ട്, ഭയങ്കര ചാട്ടം, ഭയങ്കര ആരാധന. ഹലോ, അങ്ങനെ ഒരു പുള്ളി ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. പഴയ ഓർമ്മയ്ക്ക് ചാടുന്ന, പഴയ ഓർമ്മയ്ക്ക് കൊട്ടുന്ന, പഴയ ഓർമ്മയ്ക്ക് പാടുന്ന, പഴയ ഓർമ്മയ്ക്ക് കുലുങ്ങുന്ന, മുമ്പിലത്തെ പോലെ ഉണ്ടെന്ന് വിചാരിച്ച്. ഇവിടെ ഇസ്രായേൽ, ഇവർക്ക് ടെൻറ്റ് മാത്രം മതി. ടെൻറ്റ് കണ്ട ഇവർ പറഞ്ഞ തമ്പുരാനുണ്ടെന്നാ. അങ്ങനെയാണല്ലോ പലപ്പോഴും ഈ പെട്ടകം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. എങ്ങനെയും ഉണ്ടെന്നാ ഇവരുടെ വിചാരം. ജാതികൾക്ക് മനസ്സിലായി ഇത് ചുമ്മാ കൂകല, കഥയൊന്നുമില്ലെന്ന്. അവർക്ക് പിടി കിട്ടിയിട്ട് ഇവർക്ക് പിടി കിട്ടിയില്ല. സ്തോത്രം പറയണേ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വാസം നിൻ്റെ ഇടയിൽ, നിൻ്റെ കൂടെ, നിന്റെ നടുവിൽ. വായിക്കാൻ സമയക്കുറവുണ്ട്, എന്നാലും അത് വായിച്ചു പോകണം. വേഗം വായിക്കാം. താമസം അവനെ ഉപേക്ഷിച്ചു. പിന്നെ കേട്ടോ, തമ്പുരാൻ ഇല്ലേ, പിന്നെ പ്രവാസവാ.
പ്രവാസം എന്ന് പറഞ്ഞാൽ അന്യജാതിയുടെ അടിമത്തത്തിലാണ്. കൈനീട്ടത്തില്ലെന്ന് പറഞ്ഞവന്മാരിപ്പോൾ കൈ നീട്ടി തുടങ്ങി. നിന്നെ തൊടത്തില്ലെന്ന് പറഞ്ഞതെല്ലാം തൊട്ടു തുടങ്ങി. നിന്റെ മേൽ കൈവെക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞത് പലതും കൈവച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ തമ്പുരാൻ വാസം നിർത്തി. ദൈവം അവിടെ നിന്ന് കൂടാരം വിട്ടുപോയി. സമയം പോകുന്നല്ലോ. 50-ാം സങ്കീർത്തനം 16 മുതലുള്ള വാക്യം കൂടെ ഒന്ന് എളുപ്പം വായിക്കാം. 50-ാം സങ്കീർത്തനം അതിൻ്റെ 16 മുതലുള്ള വാക്യം. എന്താ ദൈവം അടുത്തെന്നറിയാമോ? എന്താ ദൈവം അടുത്തു പോയതെന്നറിയാമോ? ദൈവം ഇറങ്ങിപ്പോകാൻ കാരണം എന്നാന്നറിയാമോ? 16-ാം വാക്യം. നീ ചട്ടങ്ങളെ അനുസരിക്കുന്നില്ല. 17-ാം വാക്യം തുടങ്ങുന്ന ശാസനയെ, എല്ലാവരും പറഞ്ഞേ ശാസനയെ, ഒന്നുകൂടെ പറ. ശാസനയെ. ശാസനയോട് ഇഷ്ടമുണ്ടെങ്കിൽ സ്തോത്രം പറ. അത് തലയ്ക്ക് എണ്ണയാണെന്നാ വചനം പറയുന്നത്. ശാസന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നീ ഏറ്റെടുത്താൽ അതിൻ്റെ അനുഗ്രഹം വലുതാ. ഒന്ന്, ശാസനയെ വെറുത്തു. പിന്നെ എൻ്റെ വചനത്തെ നീ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. കള്ളനെ കണ്ടാൽ അനുകൂലപ്പെടാൻ മേലാത്ത പലതിനോടും ഒത്തിരി കോംപ്രമൈസ് ചെയ്തു. ഒത്തിരി കോംപ്രമൈസ്. പതിനെട്ടാം വാക്യത്തിൽ കള്ളനെ കണ്ടാൽ നീ അവനോട് പങ്കുചേരുന്നു. പിന്നെ വലിയ തകരാറവിടെ. നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്ന്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട് പാസ്റ്ററെ. പണ്ടൊരു അമ്മച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ വെള്ളം വായി വെച്ചോണ്ടിരുന്നു. കുറേ കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഇറക്കി. എന്തിനാ അമ്മ ഇറക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാവുന്നപ്പോൾ ഞാൻ അങ്ങ് ഇറക്കി. പിന്നെ ബാക്കി അങ്ങ് പറഞ്ഞു. സ്തോത്രം പറയണേ. ദാഹിച്ചിട്ട് ഇറക്കിയതല്ല, നിയന്ത്രിക്കാൻ വയ്യാഞ്ഞപ്പോൾ ഇറക്കിയതാ. ദൈവത്തിൻ്റെ വചനം പറയുക, നിന്റെ നാവിനെ നാവിനെ സൂക്ഷിക്കാൻ കൃപ ചോദിക്കണം. നാവിനെ നിയന്ത്രിക്കാൻ കൃപ ചോദിക്കണം. നാവ് ദൈവത്തിൻ്റെ നാവായി തീരണം. 45-ാം സങ്കീർത്തനം പറയുന്ന സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലായി എൻ്റെ നാവ് അനുഗ്രഹമായി, ആശ്വാസമായി, തണലായി, സമാധാനമായി തീരട്ടെ. സമയം വേഗം പോകുന്നല്ലോ. അടുത്തത് അയ്യോ, ഞാൻ അതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. നുണ നമ്മൾ പറയത്തേയില്ല. അപവാദം നമ്മൾ മിണ്ടത്തേയില്ല. കണ്ടത് മാത്രം. സ്തോത്രം. നിങ്ങൾ ചേർത്ത് വെച്ചു. എന്നിട്ട് അടുത്തത് ദൈവം തമ്പുരാൻ പറയുക, ഇങ്ങനെ പോവുക. അതിനിടയ്ക്ക് പാട്ട്. യാഗവും പാപവും ഒന്നിച്ച്. യാഗവും പാപവും ഒരുമിച്ച്. ഗംഭീരയാഗം. ഇപ്പുറത്ത് പാപവും യാഗവും ഒരുമിച്ച് പോവുക. തമ്പുരാൻ പറഞ്ഞ് കേൾക്കണോ? ഞാൻ മിണ്ടാതിരിക്കൊണ്ട് ഞാൻ നിന്നെ പോലുള്ളവനാണെന്നാണ് നീ നിരൂപിച്ചേ. 23-ാം വാക്യം, 50-ാം സങ്കീർത്തനം 23-ാം വാക്യം. ഒരു വലിയ പ്രോമിസ് ഉണ്ട് കേട്ടോ. പറഞ്ഞങ്ങനെ അടി കൊടുത്ത് വടി കൊടുത്ത് നിർത്തുകയല്ല തമ്പുരാൻ ഒറ്റ കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു. കുഞ്ഞെ, നടപ്പിനെ ക്രമപ്പെടുത്തിയാൽ നിശ്ചയമാ ഞാൻ നിന്നെ സഹായിക്കാം. എൻ്റെ രക്ഷ നീ കാണാൻ പോവാ. എൻ്റെ രക്ഷ കാണണോ നിനക്ക്? പണ്ടത്തെ പോലെ എൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കണോ? ഞാൻ വാസം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമാണോ? എൻ്റെ കൂടെ നടക്കാൻ നീ കൊതിക്കുന്നോ? നിൻ്റെ ഇടയിലൂടെ ഞാൻ വസിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? പക്ഷേ നീ ഒരു കാര്യം ചെയ്താൽ മതി. നീ എൻ്റെ വചനം പ്രമാണിച്ചാൽ മതി. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. റിബാലബ ശംധനാജന. ഇന്ന് പകൽ തമ്പുരാൻ്റെ മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, നിൻ്റെ വാസം എൻ്റെ കൂടെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ സംസാരത്തിൽ വിധേയപ്പെടാതെ, വിനയപ്പെടാതെ, അനുസരിക്കാതെ, കീഴ്പ്പെടാതെ, സത്യത്തെ, വചനത്തെ അതുള്ളതുപോലെ ഉൾക്കൊള്ളാതെ എൻ്റെ ജീവിതത്തിൻ്റെ ചുവടുകൾ മുൻപോട്ട് പോയത് ഇന്നലകളിലേത് ഇന്നെന്നോട് ക്ഷമിക്കണമേ. ഒരനുതാപം,
ഒരനുതാപം ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും? ഇന്ന് പകലപ്പാ അവിടുത്തെ വചനത്തിൻ്റെ മുൻപിലേക്ക് ഞാൻ വീണ് വരികയാണ്. നിൻ്റെ വചനം സത്യവചനമായതുകൊണ്ട് ആ വചനത്താൽ എന്നെ ഒന്നുകൂടെ കഴുകണമേ എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഹരാ ഭര ജഡ രഗ സന്ധരാധിര അടൽക്കന ധുരാക്ഷസിയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളോടായി സംസാരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ.